ഞാനും ശ്രുതിയും തമ്മിൽ ഏകദേശം 2 വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളൂ. പക്ഷെ നമ്മൾ തമ്മിൽ ഏട്ടനതിൻ്റെ പോലെയല്ല, നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ രണ്ടാളും. എന്ത് കാര്യം ഉണ്ടെങ്കിലും പരസ്പരം തുറന്നു പറഞ്ഞിട്ടും എല്ലാം അങ്ങനെയാണ്. ബിബിനേട്ടൻ, ഞങ്ങളെല്ലാവരും ഉണ്ണിയേട്ടൻ എന്നാണ് പറയുക. ഉണ്ണിയേട്ടൻ എന്ന് പറയുമ്പോഴാണ് കൂടുതൽ നമുക്കൊരു കംഫർട്ടാവണേ. അപ്പോൾ ഉണ്ണിയേട്ടനെ പറ്റി പിന്നെ ചെറുപ്പം മുതൽ നമുക്ക് എല്ലാവർക്കും അറിയണതാണ്, നമ്മളെ റിലേഷനാണ്. ഉണ്ണിയേട്ടൻ നമ്മളെ ഫ്രണ്ട്, സ്വന്തം ഏട്ടനെ പോലെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചെറുപ്പം മുതൽ അത്രയും കമ്പനിയായിട്ട് ഞങ്ങൾ വളർന്നതാണ്. വാനവില്ലേ നോക്കുകില്ലേ, കോടമഞ്ഞിൻ ചില്ലിലൂടെ ഒന്നുമില്ലേ ചായുകില്ലേ, ഓർമ്മ പെയ്യും ചില്ലമേലെ തേടും കണ്ണിലൂടെ മായും നോവിലൂടെ വീണ്ടും ഒരുകില്ലേ. നമ്മൾ ഫസ്റ്റ് ഒരു വയനാട് ട്രിപ്പ് പോയ സമയത്ത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുജിത്തും ഞാനും ഏട്ടനും പിന്നെ നമ്മുടെ 1-2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രണ്ട് സുജിത്തിനോട് പറഞ്ഞാണ് അളിയൻ എടുത്ത് കൊടുക്കുന്നത് ഫുഡ് എന്തോ ഐറ്റം. അപ്പോൾ സുജിത്ത് പറഞ്ഞ ഉണ്ണിയേട്ടൻ്റെ അളിയനല്ല സുബിയേട്ടനാണ് എൻ്റെ അളിയൻ എന്നാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് ചോദിച്ചു, അയ്യോ അണക്കിന് പെങ്ങന്മാരില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് സുജിത്ത് പറഞ്ഞത് കുഞ്ഞുമോളിൻ്റെ പെങ്ങളാണെന്ന്. അപ്പോഴാണ് പുള്ളി തിരിച്ചു ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ കുഞ്ഞുമോളെ ഉണ്ണിയേട്ടന് വേണ്ടിയിട്ട് ആലോചിച്ചൂടെ എന്ന്. അന്നാണ് ഇതിനെപ്പറ്റി ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കണത്. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഏട്ടൻ സുബിയേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ള വല്യച്ഛൻ്റെ മകൾ പ്രസിദ്ധ ചേച്ചീനെ തന്നെയാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് ഇനി അതേപോലെ തന്നെ ഒരു ചേച്ചീനെ, അല്ലെങ്കിൽ നമുക്ക് അത്രയും കംഫർട്ടായിട്ടുള്ള ഒരാളെ തന്നെ ഉണ്ണിയേട്ടന് നോക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഓപ്ഷൻ അതിലൊരു നമ്മളൊരു ഫ്രണ്ട് വെക്കണത്. അപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ കല്യാണത്തിനെ പറ്റിയിട്ടൊരു ചർച്ച ഉണ്ടാവുന്നത്. வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசுமே. நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே. வேறின்றி விதையின்றி வெண் தூவும் மழையின்று இது என்ன இவன் தோட்டம் பூ பூக்குதே. வாளின்றி போரின்றி வழிகின்ற யுத்தமின்றி ഇത് என்ன ഇവനുക്കുൾ എണി വെള്ളി. പിന്നെ അമ്മയുടെ സജഷനാണ് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടാന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമ്പലം, നമ്മൾ അടുത്തുള്ള ഒരു അമ്പലമായിട്ട് ധന്വന്തരി ക്ഷേത്രം, അതിൽ വെച്ചിട്ടാണ് താലി കെട്ടുണ്ടായിട്ടുള്ളത്. எங்கு கிடைக்கும் விளக்கம் அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் முந்தளிரே. തീരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ. നോവറിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാം. ഇരുൾ മൂടിയാലും എൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. തീരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ.
ഏകദേശം 1.5 വർഷത്തോളം നമുക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 1.5 വർഷത്തോളം ഭയങ്കര പ്ലാനിങ് ആയിരുന്നു എല്ലാവരും. ഞാനൊഴികെ എല്ലാവരും നന്നായിട്ട് പ്ലാനിങ് ആയിരുന്നു. ഞാൻ ഏകദേശം അവസാനമായിട്ടാണ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അനിയത്തിയുടെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സായാലും നിതിനും സുഹൈലൊക്കെ ആയാലും അവർ പറഞ്ഞു നമ്മൾ ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ളൊരു കല്യാണമായിരിക്കണം, എല്ലാവരും എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യണം. ശ്രുതിയുടെ വീട്ടിലാണെങ്കിൽ ഫസ്റ്റത്തെ കല്യാണമാണ്. നമ്മുടെ വീട്ടിൽ പേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8 വർഷത്തോളമായി. അതിനുശേഷം വരുന്ന ആദ്യത്തെ പരിപാടിയാണ്. പിന്നെ ഇനിയിപ്പോൾ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അത് ഏട്ടൻ്റെ മോളുടെ ഒക്കെ ആയിരിക്കും. അതിന് ഇനി 8-10 വർഷം ഇനിയും കഴിയണം. അതുകൊണ്ട് തന്നെ ഫാമിലിയിലെല്ലാവരും ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൂഡിൽ തന്നെ ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ തലേ ദിവസം കല്യാണത്തിൻ്റെ തലേ ദിവസം ഹൽദി ഒക്കെ ചെയ്തിട്ടുണ്ടാവും. முகவரி உன்னுடன் வர ஏன் அனுமதி? தீராத நேரம் உன் கூட போதும், மாயாத நாள் மட்டும் நாம் வாழ வேணும். மாறாத ஆசை ஓயாமல் தோணும், நாள் நேரம் பாராமல் தோள் சாய வேணும். കല്യാണം കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ ശരിക്ക് പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ നമ്മളെ വീട്ടിലൊരംഗം കൂടി കൂടുകയാണ് ശരിക്ക്. അമ്മാവൻ്റെ മകളായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരു പുതിയ ഫാമിലി മെമ്പർ വന്ന പോലെ ഫീൽ ചെയ്തിട്ട് തന്നെയല്ല. ശ്രുതിക്കും അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നതിൻ്റെ ചെറിയൊരു വിഷമം ആദ്യത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ നമ്മളെ വീടുമായിട്ട് പെട്ടെന്ന് ആൾ അറ്റാച്ച്ഡായി. പിന്നെ നമ്മൾ ഒരുമിച്ച് ഉള്ള ദിവസങ്ങളൊക്കെ പിന്നെ സന്തോഷം തന്നെയായിരുന്നു. കുട്ടിക്കാലം മുതലേ കളിച്ച് വളർന്നിട്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഒരാൾ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒപ്പം നിന്നിട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ ഉള്ള ആ ഒരു ശൂന്യത അതൊക്കെ മേക്കപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുത്തു. പുലരാൻ വൈകി നാം പിരിയാൻ നേരമാ ഇനിയും അറിയാനേറെ നാം വഴി മറന്നതും തിരികെ വന്നതും പറയാ കഥയാ. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോയപ്പോൾ വിഷമമുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടും നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്കാണ് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹാപ്പി ആയിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ.
അരികിൽ അണയും ഒരു നാൾ പറയും